എന്തുകൊണ്ടാണ് ടങ്ങിൽ നമുക്ക് വൈറ്റ് ഡെപ്പോസിറ്റ്സ് വരുന്നത്, അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ടങ് ഇരിക്കുന്നത്? എന്തിന് നമ്മളത് ക്ലീൻ ചെയ്ത് കളഞ്ഞ് അതൊരു ശീലമാക്കി വരുന്നു? എല്ലാവർക്കും അത് വരാറില്ല. ചില ആൾക്കാർക്ക് അത് വരാറുള്ളൂ. ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഒരു സ്മെൽ ഉണ്ടാക്കാനും ഒരു ക്ലീൻ അല്ല എന്നുള്ളൊരു ഫീല് വരുത്താനും സാധ്യതയുണ്ട്. സോ ബേസിക്കലി ഈ വൈറ്റ് കോട്ട് വരുന്നത് സൈനസിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ്, പിന്നെ അതിന്റെ മുകളിലുള്ള ചെറിയ ഫംഗൽ ഗ്രോത്ത്, ഇത്രയും സംഭവമാണ് അവിടെ ഈ വൈറ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കാണാം. ഇങ്ങനത്തെ സിറ്റുവേഷൻ കൂടി വരുമ്പോൾ അത് യെല്ലോ കളറായിട്ട് വരികയും സ്മെല്ല് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് വരുന്നത് ടങ്ങിന്റെ പൊസിഷൻ കറക്റ്റ് അല്ലാത്തപ്പോഴാണ്. നമ്മളിവിടെ ക്ലീനിങ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് അത് വരുന്നതെന്നും കൂടെ ചിന്തിക്കണമല്ലോ. ടങ്ങിന്റെ പൊസിഷൻ ചിലപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് വാ തുറന്ന് കിടന്നുറങ്ങുന്ന ആളുകളിൽ ഇത് കുറച്ചധികം കാണാറുണ്ട് വിത്ത് ബാഡ് സ്മെൽ. ഇപ്പം അങ്ങനെയല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, എയർവേ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആളുകളിൽ ഇത് കാണുന്നത് വളരെ ചുരുക്കമാണ്. ബട്ട് ക്ലീനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള പോളിഷ് കോപ്പർ ടങ് ക്ലീനേഴ്സ് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. കാരണം അതിൽ വളരെ ലെസ് അബ്രേഷൻസ് ഉണ്ടാവുള്ളൂ, ടങ്ങിന് മുകളിൽ വേറെ വൂൺസ് ഒന്നും വരില്ല. പിന്നെ നമ്മുടെ ബ്രഷസിൽ തന്നെ അതിന്റെ പിറകുവശത്ത് ഒരു റഗഡ് ഷേപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ പലർക്കും അതുകൊണ്ട് ഗാഗ് റിഫ്ലെക്സ് ഉണ്ടാവുന്നതുകൊണ്ടാണ് പലരും അത് ചെയ്യാത്തത്. ചിലർക്ക് അതിനെക്കുറിച്ച് അറിയത്തുമില്ല. സോ ടങ് ക്ലീനിങ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഓവർഡു ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ക്ലീൻ ആയിട്ടുള്ള, അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കുക.